UAE വിസിറ്റ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് മിറാക്കിൾ ഗാർഡൻ. മിറാക്കിൾ ഗാർഡനിൽ എൻ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് 95 AD ആണ്. അതായത് വിസിറ്റിന് വരുന്ന ആളുകൾക്ക് 95 AD ആണ്. റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് 65 AD ആണ് പ്രൈസ് ആയിട്ടുള്ളത്. പണ്ട് 25 ഒക്കെ ആയിരുന്നു. ഞാൻ 2016 ഇവിടെ വന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം പൂക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ബിൽഡിങ്സ് ആണെങ്കിലും ബാക്കിയുള്ള ക്രിയേറ്റീവായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എവറിത്തിങ് ഈസ് ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ്. മിറാക്കിൾ ഗാർഡൻ കാണാൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഒരു അടിപൊളി ഫോട്ടോഗ്രാഫർ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു നല്ല ക്യാമറ എങ്കിലും ഉണ്ടായിരിക്കണം. കാരണം മനോഹരമായിട്ടുള്ള ബാക്ക് ഡ്രോപ്സും ലൊക്കേഷൻസും ബാക്ക്ഗ്രൗണ്ടുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കും. സോ നിങ്ങൾ കാണാനായിട്ട് മാത്രം വന്നാൽ പോരാ, ഒരു നല്ല ക്യാമറാമാനോ ഒരു ഫോട്ടോഗ്രാഫറോ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ഗംഭീര പിക്ചേഴ്സ് ആയിരിക്കും. നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വാരി വിതരണം പറ്റിയ പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. മിറാക്കിൾ ഗാർഡനിൽ വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 മണി 5 മണി ടൈമിൽ വരുന്നതായിരിക്കും നല്ലത്. UAE അത്യാവശ്യം നല്ല ചൂടാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമാണ് പെർഫെക്റ്റ്. വരുന്ന സമയത്ത് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് നമുക്ക് നൈറ്റ് ആവുന്ന സമയത്താണെങ്കിലും ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യുമ്പോൾ വേറൊരു രീതിയിലുള്ള വിഷ്വൽ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ദിവസങ്ങളിൽ അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ കൺസേർട്സ്, പാട്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട്. അത് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ചെല്ലുന്ന ദിവസം ചിലപ്പോൾ ഉണ്ടാവും. മൺഡേ ടു ഫ്രൈഡേ ആണ് ഇവിടെ ഓപ്പണിംഗ് ആയിട്ടുള്ളത്. സാറ്റർഡേ സൺഡേ ഇത് ഓപ്പൺ ചെയ്യില്ല എന്നുള്ള കാര്യം മറക്കരുത്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇവർ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയധികം പൂക്കൾ ഓരോ സാധനങ്ങളിലും വീടുകളിലൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്, ഓരോ ഡിസൈനിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഭംഗി ചോരാതെ എല്ലാ ദിവസവും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇത് കാണാൻ വരുന്ന ആളുകൾ തന്നെ പിച്ചെടുത്തുകൊണ്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ പ്രോപ്പറായിട്ട് സെക്യൂരിറ്റീസ് ഉണ്ട്. ഓരോ കോർണേഴ്സിലും ഓരോ സ്ഥലത്തും സെക്യൂരിറ്റീസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അതിനകത്ത് കയറി ഇരിക്കുകയോ തൊടുകയോ പിടിക്കുകയോ ചെയ്താൽ കൃത്യമായിട്ട് സെക്യൂരിറ്റീസ് ഇടപെടും. സോ അത്രയും സീരിയസ് ആയിട്ടാണ് അവരെന്നെ കൊണ്ടുവന്നത്. കാരണം ദുബായിയുടെ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. സോ അത് കൃത്യമായ രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതിനവരെ ഹാറ്റ്സ് ഓഫ് ചെയ്ത് കൊടുത്തേ പറ്റൂ. ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. എമിറേറ്റ്സിൻ്റെ വിമാനത്തിനകത്ത് നല്ല രീതിയിലുള്ള ഭംഗിയുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ ഫുള്ള് പച്ച കളറായിരുന്നു. സോ ഓരോ സീസൺ അനുസരിച്ച് അവർ അതിൻ്റെ ഡിസൈൻ മാറ്റാറുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. ഞാനും വൈഫും കൂടിയായിരുന്നു എൻ്റർ ചെയ്തത്. ഞങ്ങൾ അത്യാവശ്യം എല്ലാ പ്ലേസും കണ്ടു. സമയം കുറച്ച് സന്ധ്യയായി, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റ്സ് ഒക്കെ ഡിം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഒന്നുകൂടെ റൗണ്ട് അടിച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. എന്തായാലും വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ UAE വരുന്നുണ്ടെങ്കിൽ മിറാക്കിൾ ഗാർഡൻ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കണം.